SCRTയുടെ ഒരു ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടെന്ന് ഞാൻ അനൗൺസ് ചെയ്തിട്ടുണ്ട്. അതിനൊരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ ആണ്. തുടർന്ന് കാണാൻ താല്പര്യമുള്ളവർ കണ്ടിന്യൂ ചെയ്യാം. അപ്പം SCRT എന്ന് പറയുന്നത് നമ്മുടെ നമ്മൾക്കിപ്പോൾ അറിയാം 10ാം ക്ലാസ് അല്ലെങ്കിൽ നമ്മുടെ LGS, അതായത് LDC, അതായത് യൂണിഫോം പോസ്റ്റ്, ഈ വരുന്ന എക്സാംസിനൊക്കെ, ഈ ലെവൽ എക്സാംസിനൊക്കെ മെയിനായിട്ട് സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത് SCRT ടെക്സ്റ്റ് ബുക്കിൽ നിന്നാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഒരു ബിഗിനർ എന്ന നിലയ്ക്ക് നമുക്കറിയാം ഒരുപാട് റിസോഴ്സ് ഉണ്ട്, നമ്മൾ ഒരുപാട് ക്ലാസ് ജോയിൻ ചെയ്ത് ഒരുപാട് രീതിയിലുള്ള പഠിക്കാൻ എല്ലാം ചെയ്യുന്നുണ്ട്. പക്ഷെ നമുക്ക് ഏറ്റവും ബേസിക്കായിട്ട് വരുന്നത് ഈ കോർ ആയിട്ടുള്ള കൺസെപ്റ്റ്, മനസ്സിലായ SCRT ടെക്സ്റ്റ് ബുക്കുകളിൽ നിന്ന് കിട്ടുന്ന കൺസെപ്റ്റ്. നമുക്ക് എപ്പോഴും നമ്മൾ SCRT പഠിക്കാൻ തുടങ്ങും, 5ാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്ക് എടുത്ത് വായിക്കും, 6ാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്ക് വായിക്കും, പകുതിയാവും, പിന്നെ അങ്ങോട്ട് പതുക്കെ മന്ദഗതിയിലാവും, പിന്നെ നമ്മളത് സ്റ്റോപ്പ് ചെയ്യും. ഓക്കെ, കാരണം അങ്ങോട്ട് വരുമ്പോൾ കുറച്ചുകൂടി ഹാർഡായിട്ട് വന്നുകൊണ്ടിരിക്കുന്നതുകൊണ്ടാണ് നമ്മൾ സ്റ്റോപ്പ് ചെയ്യുന്നത്, അങ്ങനെ അത് നിന്നു പോകും. ഓക്കെ, അതുകൊണ്ട് നിങ്ങൾക്ക് SCRTയുടെ ഒരു ബാച്ചാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ കുറച്ച് ഡീറ്റെയിൽസ് ഞാൻ ഇതിനോട് ഷെയർ ചെയ്യാം. താല്പര്യമുള്ളവർ, പഠിക്കും എന്ന് ഉറപ്പുള്ളവർ മാത്രം ജോയിൻ ചെയ്താൽ മതി. ലിമിറ്റഡ് സീറ്റ് ആയിരിക്കും. കാരണം എനിക്ക് ആ കുട്ടികളെ ഫോക്കസ് ചെയ്ത് SCRT കംപ്ലീറ്റ് ആക്കി അവർക്ക് കൺസെപ്റ്റ് ക്ലിയർ ആക്കി കൊടുക്കാനുള്ള ഒബ്ജക്റ്റീവ് ഉള്ളൊരു ബാച്ചാണ്. കാരണം നമുക്ക് SCRT എന്ന് പറയുമ്പോഴത്തേക്ക് ഓക്കെ SCRTയിൽ ഏകദേശം എല്ലാം പഠിച്ച് തീർക്കുക എന്നൊരു ഫീൽ വരാം, പഠിച്ച് തീർക്കണം, അതിന് വേണ്ടിയുള്ള ഒരു ബാച്ച് ആയിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിൻ്റെ എങ്ങനെ അത് വർക്ക് ചെയ്യുന്നുള്ളത് ഞാൻ പറയാം. ഓക്കെ, ഫസ്റ്റ് പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5ാം ക്ലാസ് തൊട്ട് 10ാം ക്ലാസ് വരെയുള്ള ഓൾഡ് NCERT ഉണ്ട്, ന്യൂ NCERT ഉണ്ട്. ഓൾഡ് NCERT, ന്യൂ NCERT വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഏതാ പഠിക്കേണ്ടതെന്നൊക്കെയാണ് നിങ്ങളുടെ ക്വസ്റ്റ്യൻ എങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ മനസ്സിലാക്കുക, ന്യൂ SCRT ഫോക്കസ് ചെയ്യുക. ക്ലിയർ ആണല്ലോ? അപ്പോൾ പുതിയ SCRT ആണ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്. കാരണം ചേഞ്ചസ് ഒക്കെ വന്നിട്ടുണ്ട്, എന്നാൽ പോലും കണ്ടന്റ് കൂടിയിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ ചാപ്റ്ററിൻ്റെ എണ്ണം കുറഞ്ഞിട്ടുണ്ട്. അതാണ് ന്യൂ SCRT ആണ് കുറച്ചും കൂടി ഫോക്കസ് ചെയ്യേണ്ടത്. ഇനിയിപ്പം ന്യൂ SCRT പഠിച്ചതിന് ശേഷം നിങ്ങൾക്ക് ഓൾഡ് SCRT ആണെങ്കിൽ എടുത്ത് വായിച്ചു നോക്കാം, മനസ്സിലായോ? അല്ലാതെ ഇതിൻ്റെ കണ്ടന്റ് വ്യത്യാസമൊന്നുമില്ല. ന്യൂ SCRT ഫോക്കസ് ചെയ്ത് പഠിക്കുക. ഓക്കെ, പിന്നെ നമ്മൾ ചിലപ്പം പറയും ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് ഇതാണ്, ഏറ്റവും ഇമ്പോർട്ടൻസ് കുറഞ്ഞ ടോപ്പിക് ഇതാണെന്നൊക്കെ നമ്മൾ പറയും. പക്ഷേ നിങ്ങൾ ആലോചിക്കുക, എല്ലാ പോർഷൻസും ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ എല്ലാ പോർഷൻസും എന്ന് പറയുമ്പോൾ നമ്മൾ പഠിക്കുമ്പം നമുക്കറിയാം എക്സാംസിന് വരുന്നത് SCRT നിന്നാണ് ക്വസ്റ്റ്യൻസ് അങ്ങോട്ട് വരുന്നത്. അപ്പം നമുക്കൊരു ധൈര്യത്തിന് നമ്മൾ എന്ത് ചെയ്യുക, എല്ലാം അങ്ങ് പഠിക്കുക. ഹോട്ട് ടോപ്പിക്സ് ഇതിനകത്ത് ഇത് പഠിച്ചാൽ ഇത്രയും മാർക്ക് കിട്ടും അങ്ങനെയൊന്നുമില്ല. നമ്മൾ 5ാം ക്ലാസ് തൊട്ട് 10ാം ക്ലാസ്സുള്ള മനസ്സിരുത്തേക്ക് പഠിക്കുക. ക്ലിയർ ആണല്ലോ? അത് പഠിക്കാൻ നിങ്ങൾക്ക് ഒരു മോട്ടിവേഷൻ തരാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ചാനൽ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഈ ഒരു ബാച്ച് എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലേ? അപ്പോൾ ഇതിനകത്ത് നമ്മൾ ചെയ്യുന്നത് 5ാം ക്ലാസ്സിലെ ടോപ്പിക്ക് മൊത്തം നിങ്ങൾക്ക് ഓഡിയോ ക്ലാസ് ആയിട്ട് തരും, ഓഡിയോ ക്ലാസ് ആയിട്ട് കേൾക്കും. അപ്പോൾ നിങ്ങൾ 5ാം ക്ലാസ്സിൽ ഏതൊക്കെ സബ്ജക്റ്റ് അറിയാമോ? സോഷ്യൽ സയൻസ്, അതെങ്ങനെ സയൻസ്, ഇപ്പോൾ ഹിസ്റ്ററി, ജോഗ്രഫി, ബയോളജി, കെമിസ്ട്രി, ഫിസിക്സ്, ഈ ഒരു ഏരിയ ആയിരിക്കും കവർ ചെയ്യുന്നത്. കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും, ഫിസിക്സ് ഒക്കെ മനസ്സിലാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും, പക്ഷേ എക്സാമിന് വരുന്ന രീതിയിലായിരിക്കും നമ്മളത് പഠിക്കുന്നത്. ഓക്കെ, ഓഡിയോ ക്ലാസ് മൊത്തം കേട്ട് കഴിയുമ്പോഴത്തേക്കും 5ാം ക്ലാസ് ഓഡിയോ മൊത്തം കേട്ടെന്ന് വെച്ചോ, 5ാം ക്ലാസ്സിനകത്ത് ബേസിക് സയൻസും സോഷ്യൽ സയൻസും അങ്ങനെ വരുന്നുള്ളൂ, അല്ലാതെ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി എന്ന് പറഞ്ഞില്ല. അപ്പോൾ പോട്ടെ, അപ്പോൾ നമ്മൾ ഇത്രയും സബ്ജക്റ്റ് പഠിച്ച് കഴിയുമ്പോഴത്തേക്കും നമുക്ക് 5ാം ക്ലാസ്സിൽ ഒരു എക്സാം കാണും. ക്ലിയർ ആണല്ലോ? അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് ടെലിഗ്രാം ചാനൽ കാണും, അതിനൊക്കെ തന്നെ എന്ത് കാണും, നമ്മുടെ ഓഡിയോ ക്ലാസ് കാണും, ടെലിഗ്രാമിൽ തന്നെ ഓഡിയോ ക്ലാസ് കാണും. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക, ഫസ്റ്റ് 1ാമത്തെ ചാപ്റ്റർ കഴിഞ്ഞു, 2ാമത്തെ ചാപ്റ്റർ കഴിഞ്ഞു, ഈ 5ാം ക്ലാസ്സിലെ പെട്ടെന്ന് കഴിയുമ്പോഴത്തേക്കും പറയുക ചേച്ചി ഇത് കംപ്ലീറ്റ് ആക്കി. അപ്പോൾ ആ ഒരാൾക്ക് ഞാൻ എന്ത് ചെയ്യും, ഒരു ക്വസ്റ്റ്യൻ പേപ്പർ കൊടുക്കും, നിങ്ങൾ ആ എക്സാം എഴുതി തരണം. നിങ്ങൾ എക്സാമിനകത്ത് നല്ല മാർക്ക് തരികയാണെങ്കിൽ മാത്രം 6ാം ക്ലാസ്സിലോട്ട് നിങ്ങളെ ജോയിൻ ചെയ്യിക്കും. മനസ്സിലായി? നമ്മളെല്ലാം സ്കൂളിൽ പഠിക്കുന്നവർക്ക് 5ാം ക്ലാസ് കഴിഞ്ഞിട്ട് നിങ്ങൾ എന്ത് ചെയ്യും, എക്സാം കഴിഞ്ഞ് മാർക്ക് കിട്ടുവാണെങ്കിൽ 6ാം ക്ലാസ്സിലോട്ട്, 6ാം ക്ലാസ് എക്സാം എഴുതി മാർക്ക് കിട്ടുവാണെങ്കിൽ 7ാം ക്ലാസ്സിലോട്ട്, അങ്ങനെ ആയിരിക്കും 10ാം ക്ലാസ്സിൽ നമ്മൾ പോകുന്നത്. ക്ലിയർ ആണല്ലോ? അതിന് പകുതി വെച്ച് നിർത്തിയിട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്കായിരിക്കും നഷ്ടം. അതിന് ഫുള്ള് പഠിച്ച് തീർക്കാൻ ശ്രമിക്കുക, എന്നാൽ മാത്രമേ 6ാം ക്ലാസ്സിലോട്ട് ആക്സസ് കിട്ടത്തുള്ളൂ. ഓക്കെ, അതുകൊണ്ട് എക്സാം എഴുതി മാർക്ക് വാങ്ങിച്ചിട്ട് 6ാം ക്ലാസ്സിലോട്ട് കയറാം, 6ാം ക്ലാസ്സിൽ എക്സാം എഴുതി മാർക്ക് വാങ്ങിച്ച് 7ാം ക്ലാസ്സിലോട്ട് കയറാം. ഓക്കെ, അതുകൊണ്ട് പഠിച്ചാൽ മാത്രമേ നമുക്ക് എക്സാം എഴുതി പാസ്സാവാൻ പറ്റത്തുള്ളൂ. ക്ലിയർ ആണല്ലോ? അപ്പോൾ 5ാം ക്ലാസ് അങ്ങനെയാണ് പോകുന്നത്. പിന്നെ രണ്ടാമത്തെ കാര്യം ഓഡിയോ ക്ലാസ് ആണ്. കാരണം എന്താ, നമുക്കിപ്പോൾ എവിടെ നിന്ന് വേണമെങ്കിലും ഒരു ഹെഡ്സെറ്റ് ഉണ്ടെങ്കിൽ, ഞാനിപ്പം വീഡിയോ ക്ലാസ് ആണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി നിങ്ങൾക്ക് ഇരുന്ന് പഠിക്കേണ്ട ആവശ്യം വരും. അപ്പോൾ ഇത് ഓഡിയോ ക്ലാസ് ആകുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ജസ്റ്റ് പോകുന്ന വഴിയിലോ അല്ലെങ്കിൽ ബസ്സിൽ ഇരിക്കുമ്പോഴോ ആരെങ്കിലും എവിടെയെങ്കിലുമൊക്കെ വെറുതെ പോസ്റ്റ് ആയിട്ടിരിക്കുന്ന സമയത്തൊക്കെ ഇത് കേട്ട് പഠിച്ച് തീർക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ മാക്സിമം ഇതൊരു മാരത്തോൺ ആണ്. നമ്മൾ ഏറ്റവും കുറച്ച് സമയത്തിനുള്ളിൽ മൊത്തം കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. അങ്ങനെ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ബാച്ച് ഉള്ളത്. ഇതെൻ്റെ ഫസ്റ്റ് ബാച്ചാണ്, തുടക്കമാണ്. നിങ്ങളെല്ലാവരും പഠിച്ച് ജോലി വാങ്ങിക്കണം എന്നുള്ളത് എൻ്റെ നിർബന്ധമാണ്. 1 വർഷമാണ് നമ്മുടെ ടാർഗറ്റ്, മനസ്സിലായ? എൻ്റെ കൂടെ നിൽക്കുന്നവർക്ക് 1 വർഷത്തിനുള്ളിൽ ജോലി കിട്ടണം. കാരണം ജസ്റ്റ് ജോയിൻ ചെയ്തായിരുന്നു, ഞാൻ അന്ന് ജോയിൻ ചെയ്തായിരുന്നു, എനിക്കിത് അതല്ല. പക്ഷേ കൂടെ വർക്ക് ചെയ്ത് വരുന്ന ഒരുപാട് പേരുണ്ട്. ഇപ്പോൾ 100 ഡേയ്സ് അല്ലെങ്കിൽ 75ാം ദിവസമാണ് ഇത് ഡിക്ലെയർ ചെയ്യുന്നത്. ഈ ഒരു സംഭവം ഞാൻ പറയുന്നത് 75ാം ദിവസമാണ്. 100-ൽ 1ാം ദിവസം തൊട്ട് 75 ദിവസം വരെ എൻ്റെ കൂടെ വർക്ക് ചെയ്തവരുണ്ട്, മനസ്സിലായല്ലോ? അപ്പം അവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയ്ക്ക് കൺസിസ്റ്റൻ്റ് വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ്.
ഓക്കെ. അപ്പോൾ അതേപോലെ അവർക്ക് ഇതൊക്കെ നല്ല ബെനിഫിറ്റ് ആയിരിക്കും. കാരണം ഇത്രയും പഠിച്ചൊരു ബേസായി. ഇനിയിപ്പോൾ SCRT അത് ക്ലിയർ ആയി പോകും. അപ്പോൾ നമുക്ക് കറക്റ്റ് സ്ട്രക്ചർ ഇട്ട് എങ്ങനെ പഠിക്കണേ എന്നുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ SCRT ബാച്ചിൽ ജോയിൻ ചെയ്യുക. ജോയിൻ ചെയ്തിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് ജോയിൻ ചെയ്യുക. ക്ലിയർ ആണല്ലോ. നമുക്ക് ജോലി വാങ്ങിക്കണം, അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. വേറെ ഒന്നുമല്ല, ഏറ്റവും ഇമ്പോർട്ടൻ്റ് കാര്യം എന്താ, പഠിച്ച് ജോലി വാങ്ങിക്കണം എന്നുള്ളതാണ്. ക്ലിയർ ആണല്ലോ. അപ്പോൾ അത്രേ ഉള്ളൂ. പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ SCRT സോ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾക്ക് സ്വന്തമായിട്ട് പഠിക്കാം എന്നുണ്ടെങ്കിൽ പഠിക്കാം, അതിനകത്ത് ഒരു പ്രശ്നമില്ല. ഡൗട്ടുകൾ ചോദിക്കാം, അതൊക്കെ ആസ് യൂഷ്വൽ നടന്നു കൊടുക്കും. ഇപ്പം ഒരുപാട് പേര് ഡൗട്ട് ചോദിക്കുമ്പോൾ ഞാൻ ക്ലിയർ ചെയ്ത് കൊടുക്കുന്നുണ്ട്, അതൊക്കെ അങ്ങനെ തന്നെ നടക്കും. അതല്ല, കൺസിസ്റ്റൻ്റ് ആയിട്ട് ഒരു ഡയറക്ഷന് വേണ്ടിയിട്ടാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഒരു മെൻറ്ററിനെ കണക്കാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, കറക്റ്റ് ഡയറക്ഷൻ കിട്ടി അവിടെ എത്തണം എന്നുള്ളൊരു ഡിസിഷൻ ഉണ്ടെങ്കിൽ കൂടെ ഞാൻ കാണും. ഓക്കെ. താങ്ക് യു ഫോർ വാച്ചിങ്. ഞാനൊരു SCRTയുടെ ബാച്ച് തുടങ്ങുന്നതിൻ്റെ കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ഇട്ടത്. ഓക്കെ, താങ്ക് യു, ബൈ.